morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Find the Fourier series expansion of f of x equal to x plus x square in the range minus pi to pi. ഇത് ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഫോറിയർ സീരീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം? ഫോർമുല ഫോർ ഫോറിയർ സീരീസ് f of x is equal to a0 by 2 plus sigma n equal to 1 to infinity an cos n pi x by l plus sigma n equal to 1 to infinity bn sin n pi x by l, where a0 is equal to 1 by l integral alpha to alpha plus 2l f of x dx, an is equal to 1 by l integral alpha to alpha plus 2l f of x into cos n pi x by l dx, bn is equal to 1 by l integral alpha to alpha plus 2l f of x into sin n pi x by l dx. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ജനറൽ ഫോർമുല ഈ f of x ഡിഫൈൻ ചെയ്ത ഇന്റർവൽ ആൽഫ ലെസ് ദാൻ x ലെസ് ദാൻ ആൽഫ പ്ലസ് 2. അത് നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of x ഡിഫൈൻ ചെയ്ത ഇന്റർവൽ ആൽഫ ലെസ് ദാൻ x ലെസ് ദാൻ ആൽഫ പ്ലസ് 2l ആണെങ്കിൽ ഫോറിയർ സീരീസ് കാണാനുള്ള ഫോർമുല എഴുതി വെക്കുക. ഫോർമുല എന്താണ്? f of x equal to a0 by 2 plus sigma n equal to 1 to infinity an cos n by x by l plus sigma n equal to 1 to infinity bn sin n by x by l, where a0 എന്ന് പറയുന്നത് എന്താണ്? 1 by l integral alpha to alpha plus 2l f of x dx, an എന്ന് പറയുന്നത് എന്താണ്? 1 by l integral alpha to alpha plus 2l f of x cos n by x by l dx, bn എന്ന് പറയുന്നത് എന്താണ്? 1 by l integral alpha to alpha plus 2l f of x sin n by x by l dx. ഇനി നമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തിലെ ആൽഫ എൽ എന്താണെന്ന് കണ്ടുപിടിക്കണം. എൽ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ആൽഫ പ്ലസ് 2l is equal to പൈ മൈനസ് പൈ, അപ്പൊ 2 പൈ എന്ന് കിട്ടും. therefore l is equal to പൈ. l പൈ ആണ്. ഈ പൈ ഉപയോഗിച്ച് നമ്മൾ a0 ആദ്യം കണ്ടുപിടിക്കുക. a0 കാണാനുള്ള ഫോർമുല എന്താണ്? 1 by പൈ. l ന്റെ സ്ഥാനത്ത് പൈ കൊടുത്തു, ഇന്റഗ്രൽ ഇവിടെ ആൽഫ ടു ആൽഫ പ്ലസ് 2l ന്റെ സ്ഥാനത്ത് മൈനസ് പൈ ടു പ്ലസ് പൈ. ഈ പ്രോബ്ലത്തിലെ മൈനസ് പൈ ടു പൈ ആണ്. then f of x എന്താണ്? f of x എന്ന് പറഞ്ഞാൽ x plus x സ്ക്വയർ dx. ഇത് നമ്മൾ എന്ത് ചെയ്യണം? 1 by പൈ ഇതിന് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ മൈനസ് പൈ ടു പ്ലസ് പൈ എക്സ് ഡി എക്സ് പ്ലസ് മൈനസ് പൈ ടു പ്ലസ് പൈ എക്സ് സ്ക്വയർ ഡി എക്സ്. ദാറ്റ് ഈസ് a0 is equal to 1 by പൈ. ഇവിടെ മൈനസ് പൈ ടു പൈ എക്സ് ഡി എക്സ്. ഈ എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് റിസൾട്ട് അറിയാം. മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് is equal to 0 f of x is odd. In 2 times 0 to a f of x dx when f of x is even ആകുമ്പോൾ 2 times വരും, odd ആകുമ്പോൾ 0. അപ്പോൾ ഫസ്റ്റ് ടൈമിന്റെ ആൻസർ നമുക്ക് ഡയറക്ട്ലി പുട്ടിട്ട് 0, പ്രോപ്പർട്ടി ഓഫ് ഓഡ് ഫംഗ്ഷൻ. സെക്കൻഡ് കേസിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 times 0 to pi x square dx. ഇവിടെ ലിമിറ്റ്സ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് സൈൻ ആയതിന്റെ പേരിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി ഓഫ് ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by പൈ 2 by പൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x ക്യൂബ് by 3 0 to pi, that is 2 by പൈ 1 by 3 into pi cube. അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ പൈ ക്യൂബ് വരും. ദാറ്റ് ഈസ് ഇതിലെ ഒരു പൈ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 പൈ സ്ക്വയർ ന്യൂമറേറ്റർ വരും, ഡിനോമിനേറ്ററിൽ 3 വരും. അപ്പോൾ നമുക്ക് a0ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 2 by 3 പൈ സ്ക്വയർ കിട്ടി. ഫസ്റ്റ് ഫോറിയർ കോഎഫിഷ്യന്റ് a0 is equal to 2 പൈ സ്ക്വയർ by 3. ഇനി നമ്മൾ രണ്ടാമത്തെ ഫോറിയർ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഫോറിയർ കോഎഫിഷ്യന്റ് കണ്ടുപിടിച്ച് ഇവിടെ എഴുതി വെക്കാം. ഫോറിയർ കോഎഫിഷ്യന്റ് a0 is equal to 2 by 3 പൈ. ഫസ്റ്റ് ഫോറിയർ കോഎഫിഷ്യന്റ്. ഈ രണ്ടാമത്തെ ഫോറിയർ കോഎഫിഷ്യന്റ് a ന് കണ്ടുപിടിക്കാം. a കാണാനായിട്ട് a ന്റെ ഫോർമുലയിൽ നമ്മൾ l ന് പൈ കൊടുക്കാം. എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത ഫംഗ്ഷനും മാറ്റി കൊടുക്കാം. നമുക്ക് a ന്റെ വാല്യൂ കിട്ടും. therefore a is equal to
1 by pi minus pi to plus pi x plus x square into cos nx. ഇവിടെ നമ്മൾ ഈ എക്സിന് നമ്മൾ ഇവിടെ എല്ലിന് പൈ കൊടുക്കും, പൈ ബൈ കട്ടായിപ്പോ cos nx. ഇത് രണ്ടായിട്ട് തിരിച്ചു വയ്ക്കുന്നു. 1 by pi minus pi to plus pi x cos nx dx plus minus pi to pi x square cos nx dx. നോക്കാം, 1 by pi into x എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്, cos nx എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഓഡ് ഇൻറ്റു ഈവൻ എന്ന് പറയുമ്പോൾ ഓഡാണ്. അപ്പൊ ഒന്നാമത്തെ ആൻസർ നമുക്ക് എന്ത് എഴുതാം? ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഓഡ് ഫംഗ്ഷൻ അനുസരിച്ച് ഇതിന്റെ ആൻസർ ഡയറക്ട്ലി പുട്ട് ഇറ്റ് ആസ് 0. മൈനസ് a to a f of x dx equal to 0 when f of x is odd. ഇവിടെ x ഓഡ് ആണ്, cos nx ഈവൻ ആണ്, ഓഡ് ഇൻറ്റു ഈവൻ ഓഡ് ആണ്, ആൻസർ 0. രണ്ടാമത്തെ കേസോ x സ്ക്വയർ ഈവൻ ആണ്, cos nx ഈവൻ ആണ്, അപ്പോൾ ഈവൻ ഇൻറ്റു ഈവൻ ഈവൻ ആണ്. therefore 2 times 0 to pi 2 times 0 to pi x square cos nx dx. 2 times 0 to pi x square cos nx dx. Therefore an is equal to 2 by pi. ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യണം. ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ x സ്ക്വയർ ഇൻടു cos nx ഇന്റഗ്രൽ എന്താണ്? sin nx by n minus 2x into minus cos nx by n square plus 2 into minus sin nx by n. Lower limit 0, upper limit 5. ഇവിടെ നമ്മൾ രണ്ടാമത്തെ കേസിൽ ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുന്നു. 2 by pi പുറത്തിട്ടു, x സ്ക്വയർ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു cos nx ഇന്റഗ്രൽ എന്താണ്? sin nx by n minus then x square ഡെറിവേറ്റീവ് എന്താണ്? 2x into sin nx by n ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? minus cos nx by n square then plus ഈ 2x ന്റെ എന്താണ്? 2 വീണ്ടും ഇതിനെ ചെയ്യുമ്പോൾ minus sin nx by n. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. 2 by pi അപ്പർ ലിമിറ്റ് നമ്മൾ പൈ കൊടുക്കുക. പൈ കൊടുക്കുമ്പോൾ ഇവിടെ നോക്കി sin n pi എന്ന് പറഞ്ഞാൽ 0 ആണ്. ഫസ്റ്റ് ടൈം 0 ആയിരിക്കും. രണ്ടാമത്തെ കേസിൽ മൈനസ് മൈനസ് പ്ലസ് ആയി, അപ്പൊ 2 pi cos n pi എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് 1/10 ആണ് ബൈ n സ്ക്വയർ. രണ്ടാമത്തെ ടൈം നമുക്ക് 2 pi മൈനസ് മൈനസ് പ്ലസ് ആയി 2 pi cos n pi എന്ന് പറഞ്ഞാൽ മൈനസ് 1/10 ബൈ n സ്ക്വയർ ആണ്. മൂന്നാമത്തെ കേസ് sin n pi വരുന്നുണ്ട്, അത് 0 ആണ്. sin n pi 0. ഈ ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ ഫസ്റ്റ് ടൈം 0 കൊടുക്കുമ്പോൾ 0 ആയിപ്പോവും, രണ്ടാമത്തെ കേസിൽ 0 ആയിപ്പോവും, മൂന്നാമത്തെ കേസിൽ 0 ആയിപ്പോവും. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? ഈ പൈയും പൈയും ക്യാൻസൽ ആയിപ്പോ 4 into minus 1/10 by n square. അപ്പൊ നമുക്ക് a ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 4 into minus 1/10 by n square എന്നാണ് a ന്റെ വാല്യൂ. അപ്പൊ രണ്ടാമത്തെ വാല്യൂ നമുക്ക് അവിടെ എഴുതി വെക്കാം. an is equal to 4 into minus 1/10 by n square. ഇനി നമുക്ക് ആരുടെ വാല്യൂ കിട്ടണ്ടേ? ഇനി നമുക്ക് bn ന്റെ വാല്യൂ കിട്ടണം. മൂന്നാമത് bn ന്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. bn ന്റെ വാല്യൂ bn ന്റെ വാല്യൂ കിട്ടാനായിട്ട് bn is equal to 1 by pi integral minus pi to plus pi f of x എന്താണ്? x plus x square sin nx dx. രണ്ടായിട്ട് തിരിച്ചു ചെയ്യുമ്പോൾ 1 by pi minus pi to plus pi x sin nx dx plus minus pi to plus pi x square sin nx dx. രണ്ടായിട്ട് തിരിച്ചു നോക്കാം. ഇവിടെ x എന്ന് പറഞ്ഞ എന്ത് ഫംഗ്ഷൻ ആണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. sin nx എന്ത് ഫംഗ്ഷൻ ആണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷന്റെ ഓഡ് ഫംഗ്ഷൻ എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് 1 by pi into ഇവിടെ നമുക്ക് 2 times 0 to pi x sin nx dx പ്ലസ് ഇവിടെ x സ്ക്വയർ ഈവൻ ഫംഗ്ഷൻ ആണ്, sin nx ഓഡ് ഫംഗ്ഷൻ ആണ്. ഈവൻ ഇൻറ്റു ഓഡ്, ഈവൻ ഇൻറ്റു ഓഡ് ഓഡ് ആണ്. ഇതിന്റെ ആൻസർ എന്താണ്? രണ്ടാമത്തെ പാർട്ട് 0 ആയി.
therefore bn is equal to നമുക്ക് എന്താ കിട്ടുന്നത് 2/π ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x ന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ x into sin nx എന്താണ് മൈനസ് cos nx by n മൈനസ് cos nx by n മൈനസ് 1 into minus sin nx by n square. Then 0 to general rule for integration apply the first function x ആണ് second function sin nx ആണ് അപ്പോൾ x into sin nx ന്റെ minus cos nx by n minus x ന്റെ derivative 1 then sin nx ന്റെ minus cos nx by n ന്റെ minus sin nx by n square. Then 2/π into upper limit കൊടുക്കുമ്പോൾ ഇവിടെ x5 into minus 1 into cos n pi എത്രയാണ് minus 1 raised to n divided by a. രണ്ടാമത്തെ കേസ് sin n pi 0 ആയിരിക്കും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ആദ്യത്തെ ടേം 0 ആണ്, രണ്ടാമത്തെ ടേം 0 ആണ്. ഇവിടെ x0 കൊടുക്കുമ്പോൾ sin n pi 0 ആണ്. ഈ പൈയും പൈയും ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 2 into minus 1 into അല്ലെ അപ്പോൾ നമുക്ക് എഴുതാം 2 into minus 1 raised to n plus 1. ഇവിടെ ഒരു minus 1 raised to 1 ഉണ്ട്. minus 1 raised to n plus 1 by അപ്പോൾ bn ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി bn is equal to 2/n minus 1 raised to n plus 1 by n. മൂന്ന് ഫോറിയർ കോഎഫിഷ്യന്റ് കിട്ടി, a naught കിട്ടി, an കിട്ടി, bn കിട്ടി. ഇനി നമ്മൾ നമ്മുടെ ഫോറിയർ സീരീസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആദ്യത്തെ ഫോമിൽ a naught an bn വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് മാറും. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Substitute. Therefore, f of x is equal to f of x is equal to a naught is 2/3 pi square by 2 plus sigma n equal to 1 to infinity a n is 4 into minus 1 raised to n by n square cos nx. ഇവിടെ l നെ ബൈ വന്നപ്പോൾ cos nx plus sigma n equal to 1 to infinity b ന് എത്രയാണ് കിട്ടിയത് 2 into minus 1 raised to n plus 1 by n sin nx. a നോട്ടിന്റെയും a ന്റെയും b ന്റെയും വാല്യൂ നമ്മൾ സീരീസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ആ സീരീസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ നമ്മുടെ ആൻസർ പൂർണ്ണമായി കഴിയും കേട്ടോ. ഞാൻ സീരീസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. That is equal to ഇവിടെ ഈ 2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് pi square by 3 ഫസ്റ്റ് ടൈം pi square. ഇനി രണ്ടാമത്തെ കേസിൽ നമുക്ക് 4 ആണ് പുറത്തെടുക്കാം. 4 പുറത്തെടുത്തതിന് സിഗ്മ n equal to 1 to infinity minus 1 raised to n by n square cos nx plus ഇവിടുന്ന് 2 പുറത്തെടുക്കാം. അപ്പോൾ സിഗ്മ n equal to 1 to infinity minus 1 raised to n plus 1 by n sin nx. ഇത് നമുക്ക് സീരീസ് എക്സ്പാൻഡ് ചെയ്യാം. pi square by 3 plus 4 into നമുക്ക് ഇവിടെ ഫസ്റ്റ് നമ്മൾ n ക്ക് 1 കൊടുക്കുമ്പോൾ minus 1 by 1 square cos x. രണ്ടാമത്തെ n ന് 2 കൊടുക്കുമ്പോഴോ plus 1 divided by 2 square cos 2x plus n ന് 3 കൊടുക്കുമ്പോഴോ minus 1 by 3 square cos 3x plus etc. ഇതാണ് നമുക്ക് കോസൈൻ്റെ ടേം. ഇനി സൈൻ്റെ ടേം നോക്കാം. പ്ലസ് 2 into n equal to 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് 1 plus 1 2 ആവും. അപ്പോൾ 1/1 sin x. ഫസ്റ്റ് ടൈം 1/1 sin x. രണ്ടാമത്തെ n equal to 2 കൊടുക്കുമ്പോഴോ ഇവിടെ ഓഡ് നമ്പർ ആകുമ്പോൾ minus 1 divided by 3 minus 1/2 sin 2x. പ്ലസ് അടുത്ത ടൈമിൽ എന്നിന് 3 കൊടുക്കും. എന്നിന് 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുക്കുക. 3 കൊടുക്കുമ്പോഴോ ഇവിടെ 1 divided by 3 sin 3x plus 6. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഫോറിയർ സീരീസ്. ഫോറിയർ സീരീസ് നമ്മൾ കണ്ടുപിടിച്ചു. ഫോറിയർ സീരീസിന് ആൻസർ എന്ത് കിട്ടി? pi square by 3 into 4 into minus 1/1 square cos x plus 1/2 square cos 2x etc. ഇവിടെയാണെങ്കിൽ 2 into 1/1 sin x minus 1/2 sin 2x
പ്ലസ് 1/3 sin 3x എക്സെട്ര. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക. അത് ഈ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് വി റൈറ്റ് ദ ഫോർമുല ഫോർ ഫോറിയർ സീരീസ്. ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ ഇന്റർവൽ ആൽഫ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ആൽഫ പ്ലസ് 2l ആണെങ്കിൽ f of x ന്റെ ഫോർമുല എന്താണ്? a0/2 plus sigma n equal to 1 to infinity an cos n pi x by l plus sigma n equal to 1 to infinity bn sin n pi x by l. a0 എന്താണ്? 1/l integral alpha to alpha plus 2l f of x dx. an is equal to 1/l integral alpha to alpha plus 2l f of x into cos n pi x by l dx. bn is equal to 1/l integral alpha to alpha plus 2l f of x sin n pi x by l dx. അങ്ങനെ ഫോർമുല എഴുതിയതിനു ശേഷം ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ l എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ l എന്താണ്? -π to +π ആണ്. അപ്പൊ പൈയിൽ നിന്ന് -π കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 2π ആണ് വരുന്നത്. അപ്പൊ നമുക്ക് 2l ആണ് 2π. therefore l is equal to π. അപ്പൊ l ന്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. l എത്രയാണ്? l π ആണ്. ആ l π ഉപയോഗിച്ചിട്ട് a0 കാൽക്കുലേറ്റ് ചെയ്യാം. a0 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം, an കാൽക്കുലേറ്റ് ചെയ്യാം, bn കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ലിമിറ്റ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് സൈൻ ആണ്. therefore we can apply the property of odd and even function. ഈവൻ ഫംഗ്ഷന്റെയും ഓഡ് ഫംഗ്ഷന്റെയും പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രോപ്പർട്ടി ഓഫ് ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രോബ്ലം കുറച്ച് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി ഓഫ് ഓഡ് ഫംഗ്ഷൻ നമ്മൾ ഓർത്തിരിക്കുക. എന്താണത്? ഇന്റഗ്രൽ -a to a f of x dx എന്ന് പറയുന്നത് 2 times 0 to a f of x dx when f of x is even ആവുമ്പോഴാണ് 2 times വരുന്നത്. ഓഡ് ആണെങ്കിലോ 0. അപ്പൊ നമുക്ക് ചില ടേമുകളൊക്കെ 0 എഴുതാം, പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പമുണ്ട്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് a0 വാല്യൂ 2/3 π സ്ക്വയർ എന്നും a വാല്യൂ നമുക്ക് 4 × -1/x² എന്നും b വാല്യൂ 2 × -1/+1b എന്നും കിട്ടുന്നത്. അങ്ങനെ ആ 3 വാല്യൂസ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മളിവിടെ ഉപയോഗിച്ച ഇന്റഗ്രേഷൻ എന്താണ്? ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ. ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് minus derivative of first into integral of second, then plus derivative of first into integral of second and so on. Integration ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും put in a bracket. Only after the integration we can raise the bracket. ഇന്റഗ്രേഷൻ തീർന്നതിന് ശേഷം മാത്രമേ ബ്രാക്കറ്റ് ഉപയോഗിക്കുള്ളൂ. ബ്രാക്കറ്റ് ഉൾപ്പെടെയാണ് അടുത്ത കേസിലേക്ക് നീക്കിയിട്ട് പോകുന്നത്. കാരണം മൈനസും കൂടി നമുക്ക് കൺസിഡർ ചെയ്ത് പോകണം. അപ്പോൾ ബ്രാക്കറ്റ് ഇട്ട് പോകണം. ഫസ്റ്റ് ഫംഗ്ഷനെ സെക്കൻഡ് ഫംഗ്ഷനെ നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് പോകണം. ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കേണ്ടത് എപ്പോഴും ഡെറിവേറ്റീവ് തീർന്നു പോകുന്നതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ x² ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കേണ്ടത്. രണ്ടാമത് sin x അല്ലെങ്കിൽ cos x ഒക്കെ സെക്കൻഡ് ഫംഗ്ഷൻ എടുക്കും. ഡെറിവേറ്റീവ് തീർന്നു പോകുന്നത് ആദ്യം എടുക്കണം. ആദ്യം നമ്മൾ പൊട്ടിന്റെ ബ്രാക്കറ്റ്, അതിനുശേഷമാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആദ്യം എഴുതി. ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ അനുസരിച്ച് ആദ്യം പ്ലസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതാം. പിന്നെ നമ്മൾ ആ ഫസ്റ്റ് ഫംഗ്ഷന്റെ കേസൊക്കെ ഡെറിവേറ്റീവ്. ഇന്റഗ്രേഷൻ രണ്ടാമത്തെ കേസിലാണെങ്കിലോ ഫസ്റ്റ് കേസ് തുടങ്ങി ഇന്റഗ്രേറ്റ് ചെയ്ത് പോകാം. ഇന്റഗ്രേഷൻ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നു, അതിന് വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, അതിന് വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്ത് പോകുന്നു. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് ഒക്കെ താഴെ ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. ഈ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.